प्यारे बच्चों, आज हमारे पास सीखने के लिए एक जापानी कहानी है जो एक बहुत ही रोचक कहानी है। ये कहानी है निकितो नाम के एक अच्छा किसान की। लेकिन चलिए कहानी पर आते हैं। टेक्स्ट बुक खोलो, पन्ने संख्या 40, पेज नंबर 40। पाठ 7, अकेले कैसे रहता। यह कहानी का शीर्षक क्या है? അകലെ कैसा रहता, ഹൗ ഡു യു ലീവ് എലോൺ, എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, അതാണ് ഈ കഥയുടെ പേര്. छात्र ध्यान से देखो, जापान अनेक द्वीपों का देश है। उनमें से एक द्वीप है हाम्शु। हाम्शु द्वीप के तट पर एक और मछुआरों की एक बस्ती थी। वे लोग सुबह होते ही जाल लेकर समुद्र में चले जाते और शाम को बहुत सारी मछलियाँ पकड़कर ही लौटते। मछुआरों की बस्ती के पास ही एक छोटी पहाड़ी थी। पहाड़ी पर एक किसान निकितो रहता था। पहाड़ी पर अपने घर के पास उसका चेरी का बाग था। पहाड़ी पर से उसे मछुआरों की बस्ती और नीला सागर दिखाई पड़ता था। हेलो बच्चों, पाठ भाग देखो। जापान अनेक द्वीपों का देश है। जापान इज ए കൺട്രി ഓഫ് മെനി ഐലൻഡ്സ്. ജപ്പാൻ എന്ന് പറയുന്നത് ഒരുപാട് ദ്വീപുകളുടെ ദേശമാണ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ ഐലൻഡ് അല്ലേ? ഒരുപാട് ഐലൻഡുകളുള്ള രാജ്യമാണ് ജപ്പാൻ. ദ്വീപ് മീൻസ് ഐലൻഡ്. ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുഭാഗത്ത്, അതായത് 4 ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഐലൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ജപ്പാനിൽ ഒരുപാട് ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ്. ഉന്മേസെ ഏക് ദ്വീപ് ഹെ ആംശു. വൺ ഓഫ് ദം ഇസ് ദ ഐലൻഡ് ഹാംശു. അതിലുള്ള ഒരു ദ്വീപാണ് ഇത് ഹാംശു എന്ന് പേരായിട്ടുള്ള ഒരു ദ്വീപാണ് ഇവിടെ പറയുന്നത്. आमशु द्वीप के तट पर एक और मछुआरों की एक बस्ती थी. मछुआरा मीन्स फिशरमैन, बस्ती कॉलोनी. On one side there was a fisherman's settlement off the coast of Amshu Island. ഈ ആംശു ദ്വീപിൻ്റെ തീരങ്ങളിൽ മുക്കുവ കുടിലുകൾ, അതായത് മുക്കുവന്മാരുടെ കോളനി ഉണ്ടായിരുന്നു. സാധാരണ മുക്കുവന്മാർ എവിടെ ഉണ്ടാവുക? മുക്കുവന്മാർ മച്ചുവാര അല്ലേ, മീൻ പിടിക്കുന്നു. മച്ചിലി എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. മച്ചുവാര മീൻസ് മച്ചിലി പക്കടിനെ വാല, മീൻ പിടിക്കുന്ന ആളുകളെയാണ് മച്ചുവാര എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത്, അതുപോലെ സമുദ്ര തീരങ്ങളിൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് കടലിനെ അല്ലെങ്കിൽ ദ്വീപിനെയൊക്കെ ആശ്രയിച്ചിട്ട് ആളുകൾ താമസിക്കും. മീൻ പിടിച്ചിട്ട് അത് വിറ്റിട്ട് ഉപജീവന മാർഗ്ഗമാക്കിയിട്ട് താമസിക്കുന്നല്ലേ. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ചുറ്റും എന്തുണ്ട്? ഒരുപാട് മച്ചുവാര, അതായത് മുക്കുവന്മാരുടെ കോളനികൾ ഉണ്ടായിരുന്നു. വേ ലോഗ് സുബഹ് ഹോത്തെ ഹി ജാൽ ലേക്കർ സമുദ്ര മേ ചലേ ജാത്തെ और शाम को बहुत सारी मछलियाँ पकड़ कर ही लौटते. They would go to the sea with a net in the morning and return only after catching a lot of fish in the evening. वे लोग सुबह होते हैं. सुबह means morning. അവിടെയുള്ള ജനങ്ങൾ രാവിലെ ആകുമ്പോൾ തന്നെ ജാൽ ലേക്കർ, ജാൽ മീൻസ് നെറ്റ്, സമുദ്രമേ ചലേ ജാത്തെ, സമുദ്രത്തിലേക്ക്, അതായത് കടലിലേക്ക് പോവുകയും, ഔർ ഷാം കോ, ഷാം മീൻസ് ഈവനിങ്, ബൗത്ത് സാരി മछलियाँ പക്കടുക്കർ ഹി ലൗട്ടെ, ഒരുപാട് മത്സ്യത്തെ പിടിച്ച് തിരിച്ചു വരികയും ചെയ്യും. ലൗട്ട്ന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ദ്വീപസമൂഹങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ മീൻ പിടിച്ചിട്ടാണ് അവരുടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? വളരെ ഏർലി മോർണിംഗിൽ തന്നെ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തിലേക്ക് പോവുകയും ഈവനിങ് ആകുമ്പോഴേക്കും ഒരുപാട് മത്സ്യത്തെ പിടിച്ച് തിരിച്ചു വരികയും ചെയ്യും. മച്ചുവാരോं की बस्ती के पास ही एक छोटी पहाड़ी थी. There was a small hill near the fishermen's colony. മച്ചുവാരോं की ബസ്തി കെ പാസ് അല്ലേ, ഈ മുക്കുവന്മാരുടെ ബസ്തി മീൻസ് കോളനി, അതിൻ്റെ പാസ് മീൻസ് നിയർ. ഏക്ക് ചോട്ടി പഹാടി, ഒരു ചെറിയ ഹില്ല്. പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വത്, മൗണ്ടെയിൻ എന്നുള്ള മീനിങ്ങാണ്. ഇവിടെ ഒരു ചെറിയൊരു കുന്നുണ്ടായിരുന്നു. അതായത് ഈ മുക്കുവന്മാരുടെ കോളനിയുടെ അടുത്തായിട്ട് ഒരു ചെറിയ കുന്നുണ്ടായിരുന്നു. അപ്പോൾ പർവ്വതത്തിൻ്റെ കുന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ?
കുന്നിനെക്കാട്ടും വളരെ ഹൈറ്റിലായിരിക്കും പർവ്വതം ഉണ്ടായിരിക്കുക അല്ലേ. ഇത് ചെറിയൊരു സ്മാൾ പഹാഡാണ്, ചെറിയൊരു കുന്നാണ് ഉണ്ടായിരുന്നത്. പഹാഡി പർ ഏക് കിസാൻ നികിത്തോ രഹ്താ താ. ദർ ലിവ്ഡ് എ ഫാർമർ നികിത്തോ ഓൺ ദ ഹിൽ. കുന്നിൻ മുകളിൽ ഒരു കർഷകനായ നികിത്തോ താമസിച്ചിരുന്നു. അതായത് നമ്മളെ ഈ കഥയിലെ നായകനാണ് ഈ നികിത്തോ അല്ലേ. നികിത്തോ എന്ന് പറഞ്ഞ ഫാർമർ, ആ ഫാർമർ താമസിച്ചിരുന്നത് ഈ കുന്നിൻ മുകളിലായിരുന്നു. പഹാടി പർ അപ്നെ ഘർ കെ പാസ് ഉസ്കാ ചെറി കാ ബാഗ് താ. ഹി ഹാഡ് എ ചെറി ഓർച്ചാർഡ് നിയർ ഹിസ് ഹൗസ് ഓൺ ദ ഹില്ല്. കുന്നിൻ മുകളിലെ വീട്ടിനടുത്ത് ഒരു ചെറിത്തോട്ടം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, പഹാടി പർ അല്ലേ, കുന്നിന് മുകളിൽ. അപ്പിനെ ഗർക്കെ പാസ്, തൻ്റെ വീടിന് അടുത്തായിട്ട്, പാസ് എന്ന് പറഞ്ഞാൽ നിയർ, ഉസ്ക ചെറിക്ക ബാഗ്ദ, ബെറിയുടെ ഗാർഡന്, അതായത് ചെറിയ അറിയില്ല നിങ്ങൾക്ക്, ഫ്രൂട്ടാണ്, അതിൻ്റെ ഒരു തോട്ടം ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. पहाड़ी पर से उसे मछुआरों की बस्ती और नीला सागर दिखाई पड़ता था. मछुआरों की बस्ती मीन्स फिशरमेंस कॉलोनी. नीला सागर, नीलाकाश. The colony of fishermen and the blue sea are visible from the hill. പഹാടി പർ, അതായത് ഈ പർവ്വതത്തിൽ, ഈ കുന്നിലെ, ഉസേ മച്ചുവാരോം കി ബസ്തി അല്ലേ, ഈ ഫിഷർമെൻ്റെ അതായത് മുക്കുവന്മാരുടെ ബസ്തി കോളനിയും, അവർ നീലാസാഗർ ദിക്കായി പെടുത്താതെ, അതുപോലെ ഈ കടലും അല്ലേ, നീലക്കടലും കാണപ്പെട്ടിരുന്നു. അതായത് നികിത്തോ താമസിക്കുന്ന ഈ കുന്നിന് മുകളിൽ നിന്ന് നോക്കിയാൽ നികിത്തോക്ക് എന്ത് കാണാം? പിന്നെ എന്താണ്, നീല കടലും അതിനടുത്ത് താമസിക്കുന്ന മുക്കുവന്മാരുടെ കോളനിയും ഒക്കെ ഈ നികിത്തോക്ക് കാണാം. നികിത്തോ എന്ന് പറയുന്ന കർഷകന് അവിടെ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. നമ്മുടെ ഈ കഹാനിയുടെ പേരെന്നെ എങ്ങനെയാണ്? അകേലെ കൈസെ രഹത്ത. ഹൗ ഡു യു ലീവ് എലോൺ, എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നാണ് ഈ സ്റ്റോറിയുടെ പേരെന്നെ അത് തന്നെയാണ്. അപ്പോൾ നികിത്തോ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ബെറിത്തോട്ടമൊക്കെ ആയിട്ട്, ഒരു ചെറിയുടെ തോട്ടമൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്, ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ നോക്കിയാൽ തന്നെ ഈ പിന്നെ മുക്കോ ഫാമിലി കാണാം. മുക്കോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കടലും കടലിനോട് തൊട്ടായിട്ട് ഒരുപാട് മുക്കോ ഫാമിലിയും നികിത്തൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ ഈ കഹാനിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ജപ്പാനിലെ ഒരു ദ്വീപ സമൂഹമാണ് ആംഷു എന്ന് പറയുന്ന അതിലൊരു ദ്വീപിൽ ഒരുപാട് മുക്കുവ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ ഏർലി മോർണിംഗിൽ, അതിരാവിലെ കടലിലേക്ക് പോവുകയും ഒരുപാട് മത്സ്യത്തെ പിടിച്ച് തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് അവരുടെ ഉപജീവന മാർഗം അല്ലേ. ഈ മുക്കുവ കോളനിയുടെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിന് മുകളിലാണ് നികിത്തോ എന്ന് പറയുന്ന ഒരു കർഷകൻ താമസിക്കുന്നത്. അയാൾ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. അയാളുടെ അടുത്ത് തന്നെ എന്തൊരു ചെറിത്തോട്ടമുണ്ട്, ചെറിയുടെ ഒരു ഗാർഡനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ആ പിന്നെ വീടിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ, ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ മുക്കുവന്മാരുടെയും അവരുടെ കോളനിയും നീലാകാശമൊക്കെ കാണപ്പെടുമായിരുന്നു. പേജ് നമ്പർ 82-ൽ ഇതിലെ കഠിൻ ശബ്ദിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ 5 ടൈം എഴുതി പഠിക്കുകയും ചെയ്യാം. हेलो बच्चों, ये पाठ भाग 5 बार वाचन करें. आज का कक्षा यहाँ समाप्त हुई. धन्यवाद.